ദേശീയ ഹരിത ട്രിബ്യൂണലിന്റെ നിർദ്ദേശപ്രകാരമാണ് സംസ്ഥാന സർക്കാർ മലിനീകരണ നിയന്ത്രണ ബോർഡിൽ 101 പുതിയ തസ്തികകൾ സൃഷ്ടിക്കാൻ അനുമതി നൽകിയത്. ഇതിൽ 51 എണ്ണം അസിസ്റ്റന്റ് എഞ്ചിനീയർ തസ്തികകളാണ്. ഇതിലേക്കും നിലവിലുള്ള 23 അസിസ്റ്റന്റ് എഞ്ചിനീയർ തസ്തികകളിലേക്കുമാണ് ഇപ്പോൾ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി നിയമനം നടത്തുന്നത്. വർഷങ്ങളായി താൽക്കാലികാടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്ന എഞ്ചിനീയർമാരെ മാറ്റിയാണ് മുഴുവൻ തസ്തികയിലും പുതിയ ആളുകളെ നിയമിക്കുന്നത്. 2010 ആഗസ്റ്റ് മുതൽ 2013 ഒക്ടോബർ വരെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്തവരെ മാത്രമാണ് ബോർഡ് പരിഗണിക്കുന്നത്. ഇത്തരത്തിലൊരു കാലാവധി നിശ്ചയിച്ചത് തന്നെ അഴിമതി നടത്താനാണെന്ന് ആക്ഷേപമുണ്ട്. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി നിയമനം നടത്തുമ്പോൾ സാധാരണഗതിയിൽ 179 ദിവസത്തേക്കാണ് നിയമനം നൽകാറ്. എന്നാൽ മലിനീകരണ നിയന്ത്രണ ബോർഡിൽ 1 വർഷത്തേക്ക് നിയമനം നൽകാനാണ് നീക്കം. PSC നിയമനം വൈകിക്കാനുള്ള നീക്കമാണിതെന്ന് ഉദ്യോഗാർത്ഥികൾ പറയുന്നു. അഴിമതിക്ക് നീക്കം നടക്കുന്നുവെന്ന പരാതിയെ തുടർന്നാണ് മുൻ സർക്കാർ മലിനീകരണ നിയന്ത്രണ ബോർഡിലെ മുഴുവൻ നിയമനങ്ങളും PSCക്ക് വിടാൻ തീരുമാനിച്ചത്. ഈ തീരുമാനത്തെ അട്ടിമറിക്കുന്ന നീക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് ഉദ്യോഗാർത്ഥികൾ പറയുന്നു. മാതൃഭൂമി ന്യൂസ്, വയനാട്.